ഇടതുപക്ഷ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയ പദ്ധതി കമ്മീഷൻ ചെയ്തു 2012 എന്നാ പറയുന്നത്. തിരൂരിലെ MLAയുടെ നേട്ടത്തിന്റെ പട്ടിക നിങ്ങൾക്ക് പരിശോധിക്കാം. തിരുനാവായ എടക്കുളം റെയിൽവേ മേൽപ്പാലം അദ്ദേഹത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ടെലിഫോൺ ചാർജിന്റെ പൈസ പോലും അദ്ദേഹത്തിനായിട്ടില്ല. ഞാൻ കുറ്റിപ്പുറത്തെ MLA ആയിരുന്ന കാലത്താണ് 22 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ആ റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചതും 75% പ്രവൃത്തി പൂർത്തിയായത്. അതിനുള്ള സ്ഥലമെടുപ്പ്, സ്ഥല ഉടമകൾക്ക് പണം കൊടുത്തത്, പ്രവൃത്തി ആരംഭിച്ചത്, പ്രവൃത്തി 75% പൂർത്തിയായത് എല്ലാം എന്റെ കാലയളവിൽ. നിങ്ങൾ എന്തിനാണ് എന്റെ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്? തിരുനാവായ കുടിവെള്ള പദ്ധതി തിരൂർ MLA അദ്ദേഹത്തിന്റെ നേട്ടത്തിന്റെ പട്ടികയിലാണ് എഴുതിയത്. 55 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ആരംഭിച്ച ആ പദ്ധതി ഞാൻ MLA ആയിരുന്ന, കുറ്റിപ്പുറത്ത് MLA ആയിരുന്ന കാലത്ത് 60% പ്രവൃത്തികൾ പൂർത്തിയായതാണ്. ഭാരതപ്പുഴയിലെ കിണർ, പമ്പ് ഹൌസ്, പുത്തനത്താലിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതിന്റെ ടാങ്ക് സ്ഥാപിക്കാൻ 40 സെന്റ് സ്ഥലം, 8 ലക്ഷം രൂപ എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ സ്വരൂപിച്ച് പൈസ കൊടുത്തു വാങ്ങിയ സ്ഥലം അത് വാട്ടർ അതോറിറ്റിയിലേക്ക് ലഭ്യമാക്കി. ഒരു ടെലിഫോൺ ചാർജിന്റെ പൈസ തിരൂരിലെ MLAക്ക് തിരുനാവായ കുടിവെള്ള പദ്ധതിക്കായിട്ടുണ്ട് എന്ന് UDFകാർക്ക് പറയാൻ കഴിയും. ആ പദ്ധതി ഞാൻ കുറ്റിപ്പുറത്ത് MLA ആയിരുന്ന സമയത്ത് തന്നെ കമ്മീഷൻ ചെയ്യേണ്ടതായിരുന്നു. എന്താ കമ്മീഷൻ ചെയ്യാതിരുന്നത്? രാഷ്ട്രീയ പക. ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പുത്തനത്താണിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിക്കണമെങ്കിൽ തിരുനാവായയിലെ റെയിൽവേ ട്രാക്കിന്റെ അടി തുരന്ന് പൈപ്പിടണം. 3 പ്രാവശ്യം പോയി ഞാൻ മദ്രാസിൽ അനുമതിക്കായി. അവര് പറഞ്ഞു, അന്ന് റെയിൽവേ മന്ത്രിയൊക്കെ വലിയ പിടിപാടില്ല, കേന്ദ്രത്തിൽ മന്ത്രിപദമൊക്കെയുള്ള കാലമാണ്. UDF നമ്മളുടെ പ്രദേശത്തെ MP 3 പ്രാവശ്യവും എന്നോട് റെയിൽവേ അധികൃതർ പറഞ്ഞത്, ഒരു റെയിൽവേ സ്റ്റേഷന്റെ 250 മീറ്റർ പരിധി ഒരു കാരണവശാലും ഇന്ത്യയിലെവിടെയും റെയിൽ ട്രാക്ക് തുരന്ന് പൈപ്പിടാൻ അനുമതി കൊടുത്തിട്ടില്ല. എല്ലാ പണികളും കഴിഞ്ഞു, ടാങ്കിന്റെ പണി കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പണി കഴിഞ്ഞു. UDFകാർക്ക് സംശയമുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ആ കെട്ടിടത്തിന് മുകളിൽ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ ശിലാഫലകമുണ്ട്. അധ്യക്ഷത വഹിച്ചത് അന്നത്തെ അവിടുത്തെ MLA എന്നുള്ള നിലയിൽ ഞാനാണ്. പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ. മുഖ്യാതിഥിയായി പങ്കെടുത്തത് അന്നത്തെ MP ആയിരുന്ന മന്ത്രിയും കൂടിയായിരുന്ന E. അഹമ്മദ് സാഹിബ. അത് 3 ആ ശിലാഫലകത്തിൽ. എല്ലാം റെഡിയായ ഒരു പദ്ധതി. രാഷ്ട്രീയ പകകൊണ്ട് നമ്മളുടെ കാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് UDFകാർ പറഞ്ഞു. അങ്ങനെയാണത് കമ്മീഷൻ ചെയ്യാതെ പോയത്. ആ പദ്ധതി തിരൂരിലെ MLA തന്റെ നേട്ടത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 2 കോടി രൂപ വീതം ചെലവിട്ട് 90% പ്രവൃത്തികളും കഴിഞ്ഞ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഈ സർക്കാർ വന്ന് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ. അത് മുഴുവൻ UDFകാർ അവരുടെ MLAമാരുടെ നേട്ടത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. ഞാൻ MLA ആയിരുന്ന കാലത്ത് ഡോക്ടർ തോമസ് ഐസക് എന്നോട് പറഞ്ഞു, കുറ്റിപ്പുറത്ത് ജില്ലയിൽ ജയിച്ചതിന് എന്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞു നൽകിയതാണ് ആ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 2 കോടി രൂപ വീതം. 75-80% പ്രവൃത്തികൾ ഞാൻ MLA ആയിരുന്ന സമയത്ത് തന്നെ പൂർത്തിയായിരുന്നു. അത് UDFകാര് MLAമാര് അവരുടെ നേട്ടത്തിന്റെ പട്ടികയിലാണ് എഴുതിയത്. എന്നിട്ട് അവരാണ് ഇവിടെ വന്ന് കമ്മീഷൻ ചെയ്തു എന്ന് നമ്മളുടെ നേട്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ വിമർശിക്കുന്നത്.
ഈ ചെമ്രവട്ടം പാലത്തിന് വേണ്ടി ഒരു നയാ പൈസ ഈ ഗവൺമെന്റ് അനുവദിച്ചു. ഒരു നയാ പൈസ. ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കെട്ടുകിടക്കുകയല്ലേ ഇപ്പോ. ഈ ലൈറ്റിന്റെ പണമടക്കാത്തത് കൊണ്ടാണ് ായത്. എല്ലാം എന്റെ കാലയളവിലാണ്. നിങ്ങൾ എന്തിനാണ് എന്റെ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്? തിരുനാവായ കുടിവെള്ള പദ്ധതി തിരൂർ MLA അദ്ദേഹത്തിന്റെ നേട്ടത്തിന്റെ പട്ടികയിലാണ് എഴുതിയത്. 55 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ആരംഭിച്ച ആ പദ്ധതി ഞാൻ MLA ആയിരുന്ന, കുറ്റിപ്പുറത്ത് MLA ആയിരുന്ന കാലത്ത് 60% പ്രവൃത്തികൾ പൂർത്തിയായതാണ്. ഭാരതപ്പുഴയിലെ കിണർ, പമ്പ് ഹൌസ്, പുത്തനത്താലിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതിന്റെ ടാങ്ക് സ്ഥാപിക്കാൻ 40 സെന്റ് സ്ഥലം, 8 ലക്ഷം രൂപ എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ സ്വരൂപിച്ച് പൈസ കൊടുത്തു വാങ്ങിയ സ്ഥലം, അത് വാട്ടർ അതോറിറ്റിയിലേക്ക് ലഭ്യമാക്കി. ഒരു ടെലിഫോൺ ചാർജിന്റെ പൈസ തിരൂരിലെ MLAക്ക് തിരുനാവായ കുടിവെള്ള പദ്ധതിക്കായിട്ടുണ്ട് എന്ന് UDFകാർക്ക് പറയാൻ കഴിയും. ആ പദ്ധതി ഞാൻ കുറ്റിപ്പുറത്ത് MLA ആയിരുന്ന സമയത്ത് തന്നെ കമ്മീഷൻ ചെയ്യേണ്ടതായിരുന്നു. എന്താ കമ്മീഷൻ ചെയ്യാതിരുന്നത്? രാഷ്ട്രീയ പക. ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പുത്തനത്താണിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിക്കണമെങ്കിൽ തിരുനാവായയിലെ റെയിൽവേ ട്രാക്കിന്റെ അടി തുരന്ന് പൈപ്പിടണം. 3 പ്രാവശ്യം പോയി ഞാൻ മദ്രാസിൽ അനുമതിക്കായി. അവര് പറഞ്ഞു, അന്ന് റെയിൽവേ മന്ത്രിയൊക്കെ വലിയ പിടിപാടില്ല, കേന്ദ്രത്തിൽ മന്ത്രിപദമൊക്കെയുള്ള കാലമാണ്. UDF നമ്മളുടെ പ്രദേശത്തെ MP 3 പ്രാവശ്യവും എന്നോട് റെയിൽവേ അധികൃതർ പറഞ്ഞത്, ഒരു റെയിൽവേ സ്റ്റേഷന്റെ നമ്മളുടെ കാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് UDFകാർ പറഞ്ഞു. അങ്ങനെയാണത് കമ്മീഷൻ ചെയ്യാതെ പോയത്. ആ പദ്ധതി തിരൂരിലെ MLA തന്റെ നേട്ടത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 2 കോടി രൂപ വീതം ചെലവിട്ട് 90% പ്രവൃത്തികളും കഴിഞ്ഞ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഈ സർക്കാർ വന്ന് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ. അത് മുഴുവൻ UDFകാർ അവരുടെ MLAമാരുടെ നേട്ടത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. ഞാൻ MLA ആയിരുന്ന കാലത്ത് ഡോക്ടർ തോമസ് ഇടതുപക്ഷ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയ പദ്ധതി കമ്മീഷൻ ചെയ്തു 2012 എന്നാ പറഞ്ഞത്. തിരൂരിലെ MLAയുടെ നേട്ടത്തിന്റെ പട്ടിക നിങ്ങൾക്ക് പരിശോധിക്കാം. തിരുനാവായ എടക്കുളം റെയിൽവേ മേൽപ്പാലം അദ്ദേഹത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ടെലിഫോൺ ചാർജിന്റെ പൈസ പോലും അദ്ദേഹത്തിനായിട്ടില്ല. ഞാൻ കുറ്റിപ്പുറത്തെ MLA ആയിരുന്ന കാലത്താണ് 22 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ആ റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചതും 75% പ്രവൃത്തി പൂർത്തിയായത്. അതിനുള്ള സ്ഥലമെടുപ്പ്, സ്ഥല ഉടമകൾക്ക് പണം കൊടുത്തത്, പ്രവൃത്തി ആരംഭിച്ചത്, പ്രവൃത്തി 75% പൂർത്തിയായി. 250 മീറ്റർ പരിധിയിൽ ഒരു കാരണവശാലും ഇന്ത്യയിലെവിടെയും റെയിൽ ട്രാക്ക് തുരന്ന് പൈപ്പിടാൻ അനുമതി കൊടുത്തിട്ടില്ല. എല്ലാ പണികളും കഴിഞ്ഞു. ടാങ്കിന്റെ പണി കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പണി കഴിഞ്ഞു. UDFകാർക്ക് സംശയമുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ആ കെട്ടിടത്തിന് മുകളിൽ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ ശിലാഫലകമുണ്ട്. അധ്യക്ഷത വഹിച്ചത് അന്നത്തെ അവിടുത്തെ MLA എന്നുള്ള നിലയിൽ ഞാനാണ്. പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ. മുഖ്യാതിഥിയായി പങ്കെടുത്തത് അന്നത്തെ MP ആയിരുന്ന മന്ത്രിയും കൂടിയായിരുന്ന അഹമ്മദ് സാഹിബ. അത് 3 ആ ശിലാഫലകത്തിൽ. എല്ലാം റെഡിയായ ഒരു പദ്ധതി. രാഷ്ട്രീയ പക